വഞ്ചേ ഒരു ഗ്ലാസ് വെള്ളം എടുക്ക്. ഇത് നല്ല വെയിലല്ലേ രാവിലെ തന്നെ. മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അവൾ ഇങ്ങോട്ട് വരട്ടെന്നാ ചോദിക്കുന്നത് കുഞ്ഞിനെയും കൂട്ടിയിട്ട്. അവൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കണം. എത്ര അവനെ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാം. അവൻ എന്തിനാ കുട്ടിനെ ഇങ്ങനെ ശല്യം ചെയ്യണമെന്ന് ആർക്കറിയാം. എന്നിട്ട് മോളെന്താ പറഞ്ഞു? അവള് ഞാനിങ്ങോട്ട് വരുന്നു, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അമ്മയെന്ന്. എന്നാ പിന്നെ വരട്ടെ. ഇതിപ്പോ അമ്മയും മോനും ഒരേമാതിരി നോക്കുന്നത് മോളും കൊണ്ട് വരാൻ പറയും. എത്ര പ്രാവശ്യമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോൾ വന്ന് കുറച്ച് ദിവസം നിൽക്കും. പിന്നെ അവൾ തന്നെ പറയും ഞാൻ പോകട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് പോകും. എന്തായാലും ഞാൻ വരാൻ പറയാം അല്ലേ. ആ നല്ലത്. കുഞ്ഞാണ് കരച്ചിലെന്ന്. ഈ അച്ഛൻ്റെ അമ്മൻ്റെ അടി കാരണം മക്കളല്ലേ കടന്ന് ബുദ്ധിമുട്ടി പോകുന്നത്. ഞാൻ എന്തായാലും അവളെ വിളിച്ച് പറയട്ടെ ഒന്ന്. മനസ്സ് കേൾക്കുന്നില്ലേ. മോളെ. അമ്മേ. എന്നിട്ട് മോൾ ഇങ്ങോട്ട് വാ. ഇനി എത്രയെന്ന് വെച്ചാ അവന്റെ അടിയും തൊഴിയും കൊണ്ടിട്ട് അവിടെ ഇരിക്കും. ഇവിടെ ഒന്ന് എന്തായാലും കുറച്ച് ദിവസം നിൽക്കണം. വന്ന് കുറച്ച് ദിവസം നിൽക്കുക. അപ്പോഴത്തേക്ക് അവനൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്നങ്ങ് ഓടും. അതെന്തിനാ നീ അങ്ങനെ ചെയ്യുന്നത്? അവളൊരു പാഠം പഠിക്കണേ ഇവിടെ ഒന്ന് കുറച്ച് നിൽക്കണ്ടേ? അമ്മേ, ഇത്തവണ അങ്ങനെ വരില്ല. എനിക്ക് അത്രയും സഹിക്കാൻ വയ്യാതെയിട്ടാ വരണേ. അതൊരു കാര്യം ചെയ്യ്. എൻ്റെ മോള് കുഞ്ഞിനെയും കൂട്ടി ഓട്ടോ പിടിച്ചിട്ട് വേഗം ഇങ്ങോട്ട് വാ. ഓട്ടോന്റെ പാടെ ഇവിടെ വന്നിട്ട് അമ്മ കൊടുക്കാം. അമ്മേ, വേഗം ഇറങ്ങാം. ശരി, എന്നാ വേഗം. മോളെന്താ പറഞ്ഞേ? ഞാൻ അവളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പിന്നെ എത്രയെന്ന് വെച്ചാൽ രാവിലെ ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പൊ കുറച്ച് കരച്ചിലൊന്നുമില്ല. പക്ഷെ പിന്നെയും വന്നു കഴിഞ്ഞപ്പം അവൻ ജോലിക്ക് പോയിട്ടുണ്ടാവുമല്ലോ. ഇനി വന്നു കഴിഞ്ഞ് ഇനിയും ശല്യം ചെയ്യും. ഞാൻ കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് നിൽക്ക്, കുറച്ച് ദിവസം നിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോ പിടിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നാളെ പോയി നിൽക്കണേ. ഓട്ടോന് പൈസ കൊടുത്ത് വിടണം. ഇപ്പൊ വരാൻ പറഞ്ഞു. ഓട്ടോ പിടിച്ചിട്ട് ഓട്ടോന്റെ പൈസ കൊടുക്കണം. നിങ്ങൾ നാളെ പോയി നോക്കി ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ആക്കിയാക്കട്ടെ വരുമ്പോഴത്തേക്ക്. അതാ ഓട്ടോന്റെ ശബ്ദം കേൾക്കുന്നു. ഒന്ന് പോകിൻ വേഗം. വാ മോള് കയറ്. വാ മോളെ കയറി വാ. എന്തെങ്കിലും കഴിച്ചോ? ഇരിക്കും മോളെ. നിന്റെ മുഖത്തെന്താ? അതമ്മ ഇന്നലെ വൈശാഖ് വന്നിട്ട് ഉപദ്രവിച്ചു തന്നെ. കഴുത്തൊക്കെ പിടിച്ചമർത്തി. എന്റെ ഒച്ചയൊക്കെ പോയിട്ടായിരിക്കണം. കുറെ തല്ലുകയും ഒക്കെ ചെയ്തു. ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല. എനിക്ക് വയ്യ ഇനി ഉപദ്രവം സഹിക്കാൻ. പോകാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കേസ് കൊടുക്കാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കാണ് ഇട്ടിട്ട് പോയത്. അതാണ് ഇപ്പൊ വീണ്ടും ഞാൻ കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ നമ്മളിപ്പോ കേസും കൂട്ടുമൊക്കെ ആയിക്കഴിഞ്ഞാലേ അതിന് അവൾ ഇരിക്കുവോ കേസ് കൊടുക്കാനും? പിന്നെ കുഞ്ഞല്ലേ സുഖട്ട. അവൻ നന്നാവുകയാണെങ്കിലും അവരുടെ ഇത്രയും പ്രാവശ്യം പറഞ്ഞ് വന്നപ്പോഴൊക്കെ പോയത്. ഇനിയിപ്പോ എന്താ ചെയ്യ? ഇങ്ങനെ പോയി കഴിഞ്ഞ കേസ് കൊടുത്താൽ പിന്നെ ഈ ബന്ധം അങ്ങ് ഒഴിവായ പോലെ ആവില്ലേ? ഇവളാണിച്ച് അവനെ കാണാണ്ടിരിക്കുവോ? അതാണ് വല്ലാത്തൊരു വിഷം. മോളെ, നീ എന്നാ പഠിക്കുന്നു? ഇത്രയും അനുഭവിച്ചിട്ട് എനിക്ക് പഠിക്കാനായില്ലേ? ഇതൊക്കെ ഞങ്ങളാണ് വേദനിക്കുന്നത്. പിന്നെ അവനില്ലേ, അവന് കല്യാണം കഴിക്കണ്ടേ? നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക. ഒന്നില്ലേ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കുക. ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട്. ഇല്ല അമ്മ, അന്ന് ഞങ്ങൾ കൂട്ടിട്ട് പോയപ്പോ അച്ഛൻ നല്ല സ്നേഹത്തിലായി. പിറ്റേന്ന് വീണ്ടും കള്ളു പിടിച്ച് വന്ന് അമ്മനെ അടിക്കലും ദ്രോഹിക്കലും ഒക്കെ. എന്നിട്ട് അമ്മനെ വീട്ടുകാരെ വിളിച്ച് പറയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഇതാക്കി. ഇതൊക്കെ കണ്ടു നിന്നിട്ട് എന്നെ അടിക്കാൻ വേണ്ടി വരും. അന്നത്തെ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്നലെ അമ്മന്റെ മുഖത്തൊക്കെ അടിച്ച് കഴുത്തിലൊക്കെ പിടിച്ച്. ഇല്ല അമ്മ, അച്ഛാ ഇനി ഞാൻ അവിടേക്ക് പോവില്ല. അമ്മ പോയാലും ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോവില്ല. എനിക്ക് മതിയായിട്ടാണ് ഞാൻ വന്നത്. ഇനി എന്നെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് എന്നെ ജീവനോടെ കാണാൻ പോലും കിട്ടില്ല.
അത്രയ്ക്ക് അനുഭവിക്കട്ടെ ഞാൻ അവിടെ. എനിക്കൊരു വയ്യ അമ്മ പോവാൻ. എത്ര സ്വർണം കൊടുത്തിട്ടാ നമ്മളിവിടെ കെട്ടിച്ചയച്ചത്? ആ സ്വർണം മുഴുവൻ അവനെടുത്തു. എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ അതെങ്കിലും സ്വർണം എടുത്താലും പോകട്ടെ, അഞ്ഞെങ്കിലും ദ്രോഹിക്കാൻ സമാധാനത്തിലിരിക്കട്ടെ പറഞ്ഞു, എന്നിട്ടും ദ്രോഹിക്കാൻ പോണ്. അവന്റെ അമ്മ എന്താ പറയുന്നു മോളെ? ഇല്ല അമ്മ, വൈശാഖിന്റെ അമ്മ എന്ത് പറയാനാ? അവരൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട് ഇത്ര. പിന്നെ അമ്മയ്ക്ക് പണിയെടുക്കാനായിട്ട് അവിടെ എപ്പോഴും ഒരാള് വേണം. ഞാൻ ഇങ്ങോട്ട് പോകുന്നത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അച്ഛനാണെങ്കിൽ അച്ഛൻ എപ്പോഴും ഒറ്റപ്പെട്ട അമ്മനെ അടിക്കുന്നൊക്കെ അച്ഛനെ കണ്ടിങ്ങനെ നോക്കി ഒന്നും പറയില്ല. എന്നാ പിന്നെ അച്ഛനോട് പിടിച്ചെങ്കിലും വെക്കാം, ഒന്നിനും കഴിയില്ല അച്ഛൻ. ഭർത്താക്കന്മാരാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാ പറയാ. മോളും കാര്യം ചെയ്യും. ഇതിപ്പോ ഞാൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. മോള് സമാധാനത്തിരിക്കും. കൂടായിട്ട് നല്ലൊരു ബാക്കിയുണ്ട്, ഞാൻ പോയി കാണാം, തിരിച്ചു പറയാം. ഒരു പെൺകുട്ടിനെ ഒരു ആൺകുട്ടിനെയും വളർത്തിയിരുന്നു. എത്ര നന്നായിട്ടാ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത്. എന്റെ മോൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അത് വേണോ ഇത് വേണോ അമ്മയെ പറഞ്ഞ് എത്ര പ്രാവശ്യം വന്ന് എന്തൊക്കെ പിന്നെയും തന്നു മോളെ. ഇതൊന്നും അവന് മതിയായില്ലല്ലേ? അതന്നെ അച്ഛൻ പറഞ്ഞു തന്നെയാണ് ശരി. മോള് വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാതെ തന്നെ പറ്റില്ലല്ലോ. അത് കഴിക്കുക മക്കള്. അമ്മ വാ അമ്മ, അമ്മ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ലല്ലോ. മോള് ചെന്ന് കഴിക്കാം, അമ്മ വരാം. അമ്മ ഇന്നലെ വെറുതെ കരഞ്ഞു കുത്തിരുന്നല്ലേ അമ്മ. വാ ഇല്ല ചെല്ലു മോളെ, എന്തെങ്കിലും കഴിക്ക അമ്മ. വാ അമ്മ, എന്തേലും കഴിക്കുക. വാ അമ്മ, വാ എന്നേക്ക് വാ, എന്തേലും കഴിക്ക. ഇതാണ് ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിള്. ആദ്യം എഗ്, പിന്നെ അവിടുന്ന് കാറ്റർപില്ലർ, ആ കാറ്റർപില്ലർ പ്യൂപ്പ ആയിട്ട് മാറും. പിന്നെ എന്താ, പ്യൂപ്പയിൽ നിന്ന് ബട്ടർഫ്ലൈ ഉണ്ടായിട്ട് വരും. ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇതില്? ഇതൊക്കെ വരയ്ക്കാനും പഠിക്കണം കേട്ടോ. എക്സാമിന് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അടുത്തത് എന്താ എക്സാമിന് വരുന്നത്? അമ്മ മംഗളോട് സംസാരിക്കണമെന്ന് തോന്നുന്നു. ഞാനിപ്പോ വരെ. ആ ശരി, വേഗം പോയി സംസാരിച്ചിട്ടോ. ആ മോനെ പറയടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഏയ് സൗണ്ട് മാറാനോ? എന്റെ സൗണ്ട് എന്തിനു മാറുന്നു? ഇല്ലല്ലോ. ആ ചേച്ചി ഇവിടെ ഉണ്ട്. ആ കുഞ്ഞുണ്ട്. അപ്പൊ അച്ഛൻ സ്കൂള് നോക്കുന്നുണ്ട് അവൾക്ക് ഇവിടെ ചേർത്താൻ വേണ്ടിട്ട്. പിന്നെ ഇവിടെ ചേർത്താണ്ട് എന്ത് ചെയ്യാനാ? പിന്നെ അവളെ അങ്ങോട്ട് പറഞ്ഞേക്കാനാ? എടാ, നിന്റെ അടുത്ത് അച്ഛനും ഞാൻ എല്ലാ വിവരങ്ങളും വിളിച്ച് പറഞ്ഞതല്ലേ. ഇനി അവളെ അവിടെ അച്ഛൻ ശരിയാവില്ല മോനെ. അവൻ തല്ലിക്കൊല്ലോ അവളിനെ. അങ്ങനത്തെ ഒരു മഹാഭാവിക്കല്ലേ നമ്മൾ കൊടുത്തത്. എന്ത് എടാ, നിനക്ക് പെണ്ണ് നോക്കിയും കല്യാണിക്കുന്ന അവളൊരു ബാധ്യതയൊന്നും ആകില്ല മോനെ. നീ ഇപ്പൊ തന്നെ അങ്ങനെയൊന്നും പറയല്ലടാ. പിന്നെ അവൾ എങ്ങോട്ടടാ പോകുന്നത്? ആര് പറഞ്ഞു? നിന്നെ അവൻ വിളിച്ചോ? എന്തിന്? ഇനി എന്റെ മോളെ അങ്ങോട്ട് അച്ഛൻ വക്കീലിനെ കണ്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ലല്ല, ഇനി ഒരിക്കലും അവളെ അങ്ങോട്ട് പറഞ്ഞു വിടില്ല മോനെ. ഇനി പറഞ്ഞു വിട്ടാ ശരിയാവില്ല. അവനെടുത്ത് സ്വർണ്ണമൊക്കെ തരട്ടെ, അന്റെ മോൾക്ക് കൊടുക്കട്ടെ എടുത്ത് സ്വർണ്ണമൊക്കെ. ഒരു പെൺകുട്ടിയല്ലേ, അതായത് അവൾ എന്ത് ചെയ്യാനാ? എങ്ങനെയെങ്കിലും അതൊന്നും നമ്മൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അവളുടെ സ്വർണ്ണം അവനെടുത്ത് മുഴുവൻ നമുക്ക് എന്തായാലും നമുക്ക് തരണം. ആ ഡൈവേഴ്സ് സമയത്ത് വാങ്ങിക്കാം. പിന്നെ ഡൈവേഴ്സ് നീ എന്തൊക്കെയാ പറയുന്നത്? ഡൈവേഴ്സ് ചെയ്യാണ്ട് ഇനി അവന്റെ കൂടെ ഇനി അവൻ കാലും പിടിച്ച് വന്ന് അയച്ചു വിടുക? എടാ ഇല്ല മോനെ, എൻ്റെ മോള അമ്മാതിരി അനുഭവിച്ചിട്ടുണ്ട്. ആ കുഞ്ഞെന്ത് കരച്ചിലറിയോടെ വന്നിട്ട്. ആ എനിക്ക് പെണ്ണ് നോക്കും, നിന്റെ കല്യാണമൊന്നും അവളൊരിക്കൽ ഞാൻ പറയും, ഇനിയും പറയാം മോനെ, നിന്റെ കല്യാണമൊന്നും ബാധ്യതയാവില്ല അവൾക്ക് എന്തെങ്കിലും ഒരു വഴി നിന്റെ അച്ഛൻ കാണും. നിനക്ക് അങ്ങനെയുള്ളൊരു പേടിയൊന്നും വേണ്ട. നീ അവിടെ സമാധാനത്തിലിരുന്നോ. വരട്ടെ, ആലോചന വന്ന് പറയുമ്പോ അവരോട് ഞങ്ങൾ പറഞ്ഞോളാം.
ഇനിയിപ്പോ ഒരു ആങ്ങളയുണ്ട് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊടുത്തത് അതിനവിടെ ഭർത്താവിന്റെ വീട്ടിൽ രൂപമില്ലെങ്കിൽ അതിന് നീ അവിടെ തന്നെ ഇരുന്നോ, അല്ലെങ്കിൽ നീ മരിച്ചോ അവിടെ കിടന്നിട്ട് നമ്മൾ പറയേ എന്താണ് അങ്ങനെയാണോ ഒരാങ്ങളമാർ സംസാരിക്കുന്നത്? നിങ്ങളുടെ സപ്പോർട്ടല്ലേ അവൾക്ക് ഏറ്റവും വേണ്ടത്. ഇനിയിപ്പോ ആങ്ങളയ്ക്ക് കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ആ കുട്ടി എവിടേക്കാണോ പോകുന്നത്? എന്താണോ മോനെ, നിങ്ങൾ ഒരുമിച്ച് വളർന്നതല്ലടാ. ഇത് എന്നോട് പറഞ്ഞ പോലെ പറയണ്ട കേട്ടോ. നിനക്ക് അവളുണ്ടെങ്കിൽ നിനക്ക് കല്യാണം വരില്ല അങ്ങനെയൊന്നും പറയരുതേ. ശരി എന്നാ, ശരി. മോള് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, അങ്കിള് വിളിച്ച മോളെടുത്ത് തരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ മോളെ കണ്ടില്ലായിരുന്നു അമ്മ, അതാ ഫോൺ തരാത്തത് കേട്ടോ. അങ്കിള് പറഞ്ഞതാ മോളെ ഇവിടെ എവിടെ അടുത്ത് ഫോൺ കൊടുക്കമ്മേന്ന് പറഞ്ഞതാ. അമ്മ ഇവിടെ താഴെയാ? അങ്കിള് കുറച്ച് കഴിഞ്ഞിട്ട് മോളെ അമ്മനെയും വിളിക്കട്ടോ. അമ്മേ, എന്താ മോളെ? നമുക്ക് ഇവിടുന്ന് വേറെ എങ്ങോട്ടേലും മാറിയാലോ? എന്തു പറ്റി? വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് നമുക്ക് മാറാം. ഇവിടുന്ന് മാറേ? ഇത് അമ്മയുടെ വീടല്ലേ, ഇവിടുന്ന് എന്തിനാ മാറണേ? അങ്കിൾ അമ്മയെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട്. എന്താ പറഞ്ഞേ? അറിയില്ല, അമ്മൂമ്മ എന്തൊക്കെയോ കരയുന്നു. അമ്മൂമ്മ അത് നമ്മളുടെ വിഷമം പറഞ്ഞ് കരയും, അല്ലാതെ അങ്കിള് നമ്മളൊന്നും പറഞ്ഞതാവില്ല. അല്ല, എനിക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല. അങ്ങനെ അങ്കിള് പറയില്ല. അങ്കിളിന്റെ അമ്മയോട് ഭയങ്കര സ്നേഹം, അമ്മ എടുത്തോണ്ട് നടന്ന് വളർത്തിയ കുട്ടിയാ. എനിക്കറിയില്ല, നമുക്ക് ഇവിടുന്ന് മാറാം. മോളെ, ഇവിടെ ഇപ്പൊ നമ്മള് നല്ല സമാധാനായിട്ടല്ലേ നിക്കണത്. അച്ഛന്റെ അടിപിടിയും തെറിവിളിയും ഒന്നും കേക്കണ്ടല്ലോ. അച്ചാച്ചനും അമ്മമ്മയും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണുണ്ട്. മോളെ, അച്ഛനമ്മേനെ എത്ര അടിയാ അടിച്ചായിരുന്നെന്ന് മോള് കണ്ടതല്ലേ. അമ്മേനെ എത്ര തെറി വിളിച്ചായിരുന്നു, എന്തെല്ലാം പണി അമ്മ അവിടെ ചെയ്തിരുന്നു രാവിലെ തൊട്ടിട്ട്. എത്ര വേദന സഹിച്ചിട്ട് അമ്മ അവിടെ നിന്നിരുന്നത് മോൾക്ക് അറിയണതല്ലേ. എനിക്കെല്ലാം അറിയാം. എന്നിട്ടാണോ മോളിപ്പോ ഇങ്ങനെ പറയണത്? പക്ഷെ അങ്കിൾ എന്തൊക്കെയോ പറഞ്ഞേ. അത് മോൾക്ക് തോന്നിയത്, ഇവിടെ പ്രശ്നമൊന്നുമില്ല. അമ്മയുടെ അമ്മയും അച്ഛനും അനിയനും അല്ലേ. അതൊക്കെ വിട്, മോളിപ്പോ പഠിച്ചിരുന്നിട്ട് അവനെന്താ പറഞ്ഞപ്പോ? അവൻ പറഞ്ഞത് ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കല്യാണം നടത്തണ്ടേ. അപ്പോൾ പെങ്ങളിങ്ങനെ ബന്ധം വേർപെട്ട് വീട്ടിൽ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ കല്യാണം മുടങ്ങിപ്പോകില്ലെന്ന് അവൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മോളിപ്പോ എന്ത് ചെയ്യും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യുന്നുള്ളത്. അവനിപ്പോൾ ഭയങ്കര ഇതിലാണ്, എന്നെക്കൊണ്ട് ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. മോളെ ഇപ്പോൾ ഇവിടെ സ്കൂളിൽ ചേർത്താൻ പോവുകയാണ് പറഞ്ഞപ്പോൾ എന്തിനു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇവിടെ ചേർത്തിട്ട് ഇവിടെ നിന്ന് വന്നും പോകാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യുക ഇപ്പോൾ? അങ്ങനെ പറഞ്ഞ പറ്റില്ലല്ലോ. മോളിപ്പോ എവിടെ പോകും അതും അറിയാം. ഒരു കാര്യം ചെയ്താലോ, മോളെയും കുഞ്ഞിനെയും ഒരു വാടക വീട് എടുത്ത് നമുക്ക് മാറ്റിയാലോ. നമ്മളാരെങ്കിലും അവിടെ വന്നും പോയി നിന്നാൽ പോരെ, ഓരോ ദിവസം മാറി മാറി താമസിച്ചാൽ പോരെ. ഇപ്പം അവൻ്റെ കല്യാണം അതിൻ്റെയൊക്കെ പേരിൽ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ പറയണമെന്ന് നമുക്കറിയില്ല. അതൊക്കെ ശരിയാകുമോ? അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യും നമ്മൾ? അപ്പം അവൻ അങ്ങനെ എത്രമാത്രം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കുറേ കാര്യം ചെയ്ത് അത്ര അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ അവൻ വിളിച്ചാൽ എന്താ പറയണമെന്ന് അറിയില്ല. അവൻ വരാറായില്ലേ. അപ്പോഴേക്കും പെൺകുട്ടിയൊക്കെ നോക്കി റെഡിയാക്കി വെക്കണ്ടേ. അപ്പോൾ ആൾക്കാർ വീട് കാണാൻ വന്നാലും ഒക്കെ എല്ലാവരും അറിയുന്നതല്ലേ പെങ്ങളിങ്ങനെ വന്നിരിക്കണമെന്നുള്ളത്. എന്താ പറയുന്നത് ഭഗവാനെ, ഇങ്ങനൊരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. എത്ര നന്നായിട്ടാണ് മക്കളിനെ എന്തൊക്കെ പ്രതീക്ഷയിലെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് വീട്ടിൽ സ്ഥാനമില്ല ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ. പിന്നെ ആങ്ങളമാർക്കും വേണ്ട, നമ്മളും കൂടി ഇല്ലെങ്കിൽ നമ്മുടെ മോളുടെ സ്ഥിതി എന്താ? അവരെവിടെ പോകും? എനിക്കെല്ലാം കൂടി ഭയങ്കര വിഷമമാകുന്നു.
അപ്പൊ അവൾക്ക് ജോലിയില്ല, ഇപ്പൊ വാടകയ്ക്ക് താമസിച്ച് അതെങ്ങനെ വാടക കൊടുക്കും? അതും കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ എങ്ങനെയെങ്കിലും മോൾക്കൊരു ജോലി, അവൾ എന്തെങ്കിലും ഡിഗ്രി വരെ പഠിച്ച കുട്ടിയല്ലേ, എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് അവൾക്കൊരു ജോലിയാക്കി കൊടുക്കും. എന്തെങ്കിലും തൽക്കാലം ഒരു തൊഴിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ജോലിയാക്കാതെ നിൽക്കാം, പക്ഷെ അവര് ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കാൻ സമ്മതിക്കും. അപ്പൊ നമ്മളിങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ. അത് പറ്റുമോ? അത് നടക്കുവോ? ആക്കട്ടെ, എന്താ ചെയ്യാ, ഇപ്പൊ എനിക്കൊരു പിടുത്തമില്ല. ഒരു കാര്യമില്ലേ, ഇപ്പൊ താൽക്കാലം ഇപ്പൊ ഒന്നും പറയണ്ട. മോള് കുട്ടികളുള്ളതല്ലേ, അവർ കേട്ടാൽ അവർക്ക് ഭയങ്കര വിഷമം. ഞാൻ എന്തായാലും ടൗണിൽ പോയിട്ട് വരാം. അങ്കിളുടെ കല്യാണം കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകും? അതാലോചിച്ച് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അങ്കിളുടെ കല്യാണത്തിന് 1 മാസം മുന്നേ തന്നെ നമുക്ക് ഇവിടുന്ന് താമസം മാറാം. അമ്മ വേറെ വാടക വീട് നോക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് അങ്കിളുടെ കല്യാണത്തിന് വരാം. മക്കൾ എവിടെ ഇരിക്കുകയാണോ? ഇതെന്താ അമ്മയും മോളും കൂടി കഥയും പറഞ്ഞിരിക്കുക? ആന്റിയാ, ആന്റി വരൂ. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ ആന്റി വരുന്ന. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കുറെ ഇവിടെ നോക്കിയിരുന്നു. ഇന്നലെ വരണം വിചാരിച്ച മോളെ, ആന്റിക്ക് വരാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഇന്നൊന്ന് ഓടി വന്ന് ഞങ്ങൾ രണ്ടാളെയും കാണാന്ന് പറഞ്ഞിട്ട് വന്നതാ. പിന്നെ എന്തുണ്ട് വിശേഷം? എന്താ പോയില്ല ജോലിക്ക്? എനിക്ക് ഇവളുടെ സ്കൂൾ വരെ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അമ്മ അച്ഛനൊക്കെ പോണതാ. ഇന്നിപ്പോ അവര് പണിക്കരെ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പോയേക്കാ. ഇതിന് കുറെ ആലോചനകൾ വരുന്നുണ്ട്. അപ്പോ ജാതകം ശരിയാവും നോക്കാൻ വേണ്ടി പോയതാ. പണിക്കരെ കൊണ്ട് ജാതകം നോക്കാനോ? നിന്റെ അമ്മയോ? എന്റെ പൊന്നു മോളെ, നിന്റെ കല്യാണത്തിന് നിന്റെ ജാതകം നോക്കണം, ഒന്ന് പണിക്കരടുത്ത് പോകാൻ പറഞ്ഞു. ചെക്കനും പെണ്ണും പൊരുത്തുണ്ടെന്ന് നോക്കല്ലോ പറഞ്ഞിട്ട് നിന്റെ അമ്മ എന്നെ എന്തെല്ലാം പറഞ്ഞ. നീ ഏത് കാലത്താ ജീവിക്കണം? പഴഞ്ചനാണോ ഇന്നത്തെ കാലത്താണോ ജാതകം നോക്കണമെന്നൊക്കെ? അങ്ങനെയുള്ള അമ്മയാണ് ഇപ്പൊ പണിക്കരെ കൊണ്ട് ജാതകം നോക്കാൻ പറ്റണം മോന്റെ കല്യാണത്തിന്? അതല്ല ആന്റി, ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയപ്പോഴേ അമ്മയും അച്ഛനൊക്കെ ആകെ പേടിച്ചു പോയി. കുറച്ച് ആലോചനകളൊക്കെ വന്നിട്ടുണ്ടാവനെ. അതില് 2-3 നല്ലത് നോക്കിയിട്ട് ജാതകം ഒക്കെ നോക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. ഇപ്പൊ അവർക്ക് അതിലൊക്കെ ഭയങ്കര വിശ്വാസമായി. നോക്കട്ടെ മോളെ, അന്ധവിശ്വാസമൊന്നും അല്ലാട്ടാ, അതൊരു ചടങ്ങാ. പിന്നെ മോള് പഠിക്കാൻ മിടുക്കിയാണല്ലോ. എന്റെ ഫ്രണ്ടാ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർ. അവള് വന്ന് എല്ലാ വിവരങ്ങളും പറയലുണ്ട് അവിടുന്ന്. മോളെ, നിന്റെ ബാങ്കിലെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ജോലി കുഴപ്പമൊന്നുമില്ല ആന്റി. ഒരു 10-25,000 രൂപയൊക്കെ കയ്യിൽ കിട്ടും എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട്. പിന്നെ ആന്റി, ഞങ്ങളൊരു വീട് നോക്കുന്നുണ്ട്. മിഥുന്റെ കല്യാണം ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് മാറണമെന്നുണ്ട്. ചെറിയൊരു വാടക വീട് മതി, ഞങ്ങൾക്ക് രണ്ടാൾക്കും താമസിക്കാനല്ലേ. അതിന് നിന്റെ അച്ഛൻ സമ്മതിക്കുമോ മോളെ? അച്ഛൻ എന്തുമാത്രം ടെൻഷനാ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരും, ഒരുപാട് പറഞ്ഞ് കരയും. പാവം ഇവിടെ നിന്നും നിങ്ങളെ കാണിക്കണ്ട. മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിനെ വാടക വീടും നോക്കി മാറണമല്ലേ? അച്ഛൻ സമ്മതിക്കൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് എന്തായാലും മാറണം. അവസാനം അവനും ഭാര്യയ്ക്കും ഞങ്ങളൊരു ബാധ്യതയായി തോന്നാൻ പാടില്ലല്ലോ. അച്ഛനും അമ്മയ്ക്കും ഇതിന്റെ പേരിൽ കുറെ ടെൻഷൻ ഉണ്ടാവും. പിന്നെ ആന്റി, അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്ക് എല്ലാവരും ഒന്ന് വന്നും പോയി നിന്നാ മതി. ഞങ്ങൾ വരാതിരിക്കുമോ മോളെ? മോൾക്ക് ഇങ്ങനെ അവസ്ഥ വന്നതിന് ഞാൻ മോളെ പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. എൻ്റെ അമ്മനെ പോലെ തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ മോള് മാത്രമല്ല, മോളെപ്പോലെ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇങ്ങനെ ആവുന്നുണ്ട്. പക്ഷെ വീട്ടുകാർ ധൈര്യം കൊടുക്കുക. പിന്നെ ഓരോ ആങ്ങളന്മാര് അവർക്ക് ഓരോ പെണ്ണുങ്ങൾ വരുമ്പോൾ ബാധ്യതയാണെന്ന് പറഞ്ഞാലേ ആ കുട്ടികൾ എവിടെയാ പോകുന്നത്? ഇപ്പൊ അവനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അവൻ നാളെ പറഞ്ഞുവിടാന്നില്ലാലോ. മോള് വാടക വേറെ നോക്കിയിട്ട് വാടക വീട് നോക്കി മാറുന്നത് തന്നെയാണ് നല്ലത്. പിന്നത്തെ കാര്യങ്ങളല്ലേ, അത് നമുക്ക് എന്താ വേണ്ടെന്ന് ആലോചിക്കാം. ആന്റി കേറ്, ചായ എടുക്കാം. ചായ എടുക്കാം. എല്ലാം എടുത്തില്ലേ മോളെ? അത്യാവശ്യം കൊണ്ടുവരുന്നതൊക്കെ. ഹലോ. മോനെ,
ആ ചേച്ചിയും മോളും കൂടി ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുക. ആ വാടക വീട് ശരിയാക്കിയിട്ടുണ്ട്. അച്ഛൻ അവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോയേക്കുക. നാളെ നീ എപ്പോഴാ എത്തുക? ആ നിനക്ക് സമയമുണ്ടെങ്കിൽ ആ ചേച്ചീനെയും മോളേനെയും കാണാൻ വാ. ആ ചേച്ചിക്ക് നിന്നെ കാണാൻ കൊതിയായിട്ടാണ് വിളിക്കണേ. ആ സാരില്ലടാ, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാലും ആർക്കും ബാധ്യതയാവരുതെന്നുണ്ട്. ആ ശരി ശരി എന്നാൽ കേട്ടോ അമ്മേ. ശരി കേട്ടോ. ഒരു മക്കൾക്ക് ഈ ഒരവസ്ഥ വരരുത്. മോൻ നാളെ വരുന്നത് കൊണ്ടാ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മോളൊപ്പം പോകായിരുന്നു.